കടലിലെ ട്രോളിംഗ് നിരോധിച്ചാലൊന്നും രമണിന് പ്രശ്നമല്ല. ഇന്റർനെറ്റിലെ ട്രോളിംഗിൽ മുഴുവനും രമണനുണ്ടല്ല. ഇപ്പൊ ഈ രമണ ഒരു ട്രോൾ മോഡലല്ലേ? ഇന്നലെയൊക്കെ ആയിട്ട് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും SFIക്കാർ ഉയർത്തിയിട്ടുള്ള ബാനറുകൾ, അതിന്റെ ഭാഷ, ഇപ്പൊ വിഖ്യാതമായ എറണാകുളത്തെ മഹാരാജാസ് കോളേജ്, ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഉയർത്തിയിട്ടുള്ള ഫ്ലക്സ്, ആ ഫ്ലക്സ് അല്ല, ബാനറിലെ വാചകം നമുക്കിവിടെ ചർച്ചയിൽ പറയാൻ പറ്റില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഇംഗ്ലീഷിലുള്ള ഒരു ഗംഭീരമായ ബാനർ ആ തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിന്റെ മുമ്പിലാണുള്ളത്. അതിന്റെ വാചനം ഏതാണ്ട് ഈ രീതിയിലാണ്: വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നാണ്. നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നീ ആള് കാണുന്ന പോലെയൊന്നും അല്ല, നല്ല സാഹിത്യകാരൻ തന്നെ. പിന്നൊരു കാര്യം മനസ്സിലായി, ഡാൽ എന്ന് വെച്ചാൽ ഈ വടക്കേ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന പരിപ്പാണ്, പരിപ്പ് കറി. ഇതെന്ത് പണ്ടാലോട് എഴുതി വെച്ചേക്കണത്? ഇവർക്ക് ഈ പരിപ്പിന്റെ ഇംഗ്ലീഷിലുള്ള വാക്കറിയില്ല. കേരളവർമ്മ കോളേജിൽ നമ്മുടെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾക്ക്. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് എന്നുള്ളതിന്റെ മലയാളത്തിലെ അർത്ഥം, അല്ലെങ്കിൽ മലയാളത്തിന്റെ ഇംഗ്ലീഷ്, തന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ്. എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ബിന്ദു ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ ഇംഗ്ലീഷാണ്. അവരവിടെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. ടീച്ചറുടെ ഇംഗ്ലീഷ് പ്രസിദ്ധമാണല്ലോ. Wherever I go, I take my house in my head എന്ന് പറഞ്ഞ ടീച്ചറാണ്. Wherever I go, I take my house in my head. അതല്ല ഉദ്ദേശം. നീ ഒന്നും പണയണ്ട. അപ്പൊ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ ഇംഗ്ലീഷ് ഏതാണ്ട് ഈ രീതിയിലായിരിക്കും. ഞാനൊക്കെ ചൂളിപ്പോയില്ലേ. തോലുരിഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ അനുഭവിക്കാണ്. ഇനി ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങട്ട് അമർത്തുക. എന്താണ്ട് മറന്നല്ല.